നമസ്കാരം. തൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി നീക്കിവെച്ച ഒരു നേതാവാണ് കണ്ണൂരിലെ പി ജയരാജൻ. ആ പി ജയരാജനൊപ്പം കഴിഞ്ഞ തവണ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ഒരാളായിരുന്നു കൊല്ലത്തെ വാഴക്കുല ഡോക്ടർ ചിന്താ ജെറോം. പിണറായി വിജയൻ്റെ കരുതൽ ചിന്താ ജെറോമിന് കിട്ടിയതുപോലെ മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. CPM-ൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പ്രസംഗിക്കാൻ ധൈര്യം കാട്ടിയതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി വരെ എത്തിച്ചത്. മാത്രമല്ല, യുവജന കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായി വാങ്ങാനും ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് ഏതാണ്ട് 8.5 ലക്ഷം രൂപ കുടിശ്ശിക എന്ന നിലയിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ടുപോകാനും അനുമതി കിട്ടിയത്. ഈ കാലയളവിൽ ഏതാണ്ട് 1.5 വർഷത്തോളം ഒരു സ്റ്റാർ റിസോർട്ടിൽ ആഡംബര ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിച്ച ഏക കമ്മ്യൂണിസ്റ്റ് നേതാവും ചിന്താ ജെറോമാകും. അതിൻ്റെയൊക്കെ തുടർച്ചയായിരുന്നു മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാതിരുന്നിട്ടും ചെങ്ങമ്പുഴയുടെ വാഴക്കൊല വൈലോപ്പിള്ളിയുടേതാണ് എന്ന് എഴുതിയിട്ടും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയത്. അങ്ങനെ കേരളത്തിന് പ്രിയപ്പെട്ടവളായി മാറിയ ചിന്താ ജെറോം സങ്കടത്തോടെ നിരാശയോടുകൂടി ഇന്നലെ ഇങ്ങനെ കുറിച്ചു: സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ചു നൽകുന്നത് നിർത്തലാക്കിയ UDF സർക്കാർ നടപടി സമൂഹത്തിലെ അശരണർക്കും പാവപ്പെട്ടവർക്കും എതിരെയുള്ള വെല്ലുവിളിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ കാലത്താണ് മുഴുവൻ ക്ഷേമ പെൻഷനുകളും കൃത്യമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി തുടങ്ങിയത്. രോഗികളും അശരണരും വികലാംഗരും വൃദ്ധരും കിടപ്പ് രോഗികളുമായ ആളുകൾക്ക് ഏറെ ആശ്വാസകരമായ പദ്ധതിയായിരുന്നത്. UDF സർക്കാർ ജനങ്ങൾക്ക് ഗുണപരമായിരുന്ന പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി മുതൽ രോഗികളും വൃദ്ധരും വികലാംഗരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അശരണരും എല്ലാം പെൻഷൻ തുകയ്ക്ക് വേണ്ടി വാണിജ്യ ബാങ്കുകളുടെ ക്യൂവിലേക്ക് മടങ്ങിപ്പോവേണ്ട സാഹചര്യമാണ് വരുന്നത്. ജീവിതത്തിൽ അത്രയേറെ പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സാധാരണക്കാരെ പെൻഷൻ വാങ്ങിക്കുന്ന മനുഷ്യർക്ക് നേരെ ക്രൂരമായ നിലപാടാണ് UDF ഇതിലൂടെ എടുത്തിരിക്കുന്നത്. ഇത് ജനവിരുദ്ധവും സാധാരണ മനുഷ്യരോടുള്ള വെല്ലുവിളിയുമാണ്. രോഗികൾക്കും വൃദ്ധർക്കും വികലാംഗർക്കും കൊടുക്കേണ്ട മാനുഷികമായ പരിഗണന പോലും UDF നൽകുന്നില്ല. വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുന്ന പദ്ധതി നിർത്തലാക്കിയ UDF-ന്റെ മനുഷ്യത്വരഹിതമായ നിലപാടിനെതിരെ DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നോക്കൂ, എന്തൊരു വേദനയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ചിന്തേച്ചി ഒരു കാര്യം പറഞ്ഞോട്ടെ: ഈ വികലാംഗർ എന്ന് വിളിച്ച് ആ പാവപ്പെട്ട മനുഷ്യരെ അധിക്ഷേപിക്കരുത്. അവരെ വിളിക്കാൻ നല്ലൊരു പദമുണ്ട്: ഭിന്നശേഷിക്കാർ. അവരുടെ അംഗം വികലമാണെന്ന് ചേച്ചിക്ക് തോന്നുന്നത് ചേച്ചിക്ക് എല്ലാ അംഗവും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ചേച്ചി അംഗപരിമിതരെ ഇങ്ങനെ വികലാംഗർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ചിന്തേച്ചിയുടെ വേദന സകല സഖാക്കളും ഏറ്റെടുത്തിട്ടുണ്ട്. പോരാളി ഷാജി ഇങ്ങനെ പറയുന്നു: മുൻ ഇടത് സർക്കാരിൻ്റെ കാലത്ത് വയോജനങ്ങൾക്കും അവശത അനുഭവിക്കുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തി കൈമാറിയ സംവിധാനമുണ്ടായിരുന്നു. ഇപ്പോൾ പെൻഷൻ ലഭിക്കണമെങ്കിൽ ബാങ്കിലെത്തി കൈപ്പറ്റണമെന്നാണ് പുതിയ രീതി. നടക്കാൻ പോലും പ്രയാസമുള്ള പ്രായമായവരും കിടപ്പ് രോഗികളും ഭിന്നശേഷിക്കാരും എങ്ങനെ ബാങ്കിലെത്തും? ഇതാണ് നമ്മുടെ പോരാളി ഷാജിയുടെ വേദന. സഖാവ് റഹീമിനും കണ്ണുനീരാണ്. വിറയാർന്ന കൈകളിൽ ഉയർത്തിപ്പിടിച്ച പെൻഷൻ കാശും ഉള്ളു നിറയ്ക്കുന്ന അമ്മച്ചി ചിരികളും ഇനി വാർത്തകളിലെ വസന്തമാകില്ല. അതെ, പെൻഷൻ വീട്ടിലെത്തിക്കുന്ന സംവിധാനം UDF സർക്കാർ അവസാനിപ്പിച്ചിരിക്കുന്നു. 23,10,983 ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിച്ചിരുന്ന സംവിധാനമാണ് UDF സർക്കാർ നിർത്തലാക്കുന്നത്. എൻ്റെ പൊന്നു സഖാക്കളെ, നിങ്ങളുടെ അണികളൊക്കെ വിഡ്ഢികളാണെങ്കിലും പൊതുസമൂഹം വിഡ്ഢികളല്ല എന്ന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായതല്ലേ? എന്നിട്ടും നിങ്ങൾക്ക് നാണമുണ്ടോ, ഉളുപ്പുണ്ടോ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് നിലവിളിക്കാൻ? അതിലേക്ക് കടക്കുന്നതിന് മുൻപ് സഖാവേ, ഈ കണക്കിൽ ഒരു ചെറിയ പിശകുണ്ടല്ലോ. സഖാവ് പറയുന്നത് 23,10,983 ഗുണഭോക്താക്കൾക്കെന്നാണ്. പക്ഷേ സഖാവേ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നതും കണക്കെഴുതിയെടുക്കുന്നതുമൊക്കെ 62 ലക്ഷം പേരുടെ പേരിലാണ്. അതെങ്ങനെയാണ് സഖാവേ ഈ 62 ലക്ഷം 23 ലക്ഷമായി കുറഞ്ഞത്? എന്തായാലും ഇത്രയുമൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ നമ്മുടെ ദേശാഭിമാനി എന്തായിരിക്കും പറയുന്നത് എന്നറിയാൻ ഒരു താല്പര്യമുണ്ടായി. ദേശാഭിമാനി എടുത്തു നോക്കിയപ്പോൾ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ പൊട്ടിക്കരച്ചിൽ. മോദി വഴിയിൽ സതീശൻ ക്ഷേമ പെൻഷൻ വീട്ടിലെത്തില്ല. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ UDF സർക്കാർ ഒഴിവാക്കി. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കൽപ്പനകൾ പിൻപറ്റി ഇനി ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ, ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമാകും പെൻഷൻ വിതരണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡുകളാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടതെന്നും ബുധനാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നു. കിടപ്പ് രോഗികൾക്ക് മാത്രം പെൻഷൻ വീട്ടിലെത്തിക്കും. വയോജനങ്ങളും അവശരുമായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് LDF ഭരണത്തിൽ സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷൻ കൃത്യമായി വീട്ടിലെത്തിച്ചിരുന്നു. ഇതാണിപ്പോൾ മോദി സർക്കാർ പറയുന്നിടത്തെല്ലാം
ഒപ്പിടുന്ന UDF സർക്കാർ അട്ടിമറിക്കുന്നത്. ഇങ്ങനെ പോകുന്നു ദേശാഭിമാനിയുടെ വിലാപം. വാസ്തവത്തിൽ ഇവർക്കൊക്കെ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? CPIM നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന ഒരു തട്ടിപ്പേർപ്പാടായിരുന്നു സഹകരണ ബാങ്കിൽ നിന്നും പണം കൈപ്പറ്റി സഖാക്കൾ ഈ പെൻഷൻകാരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പരിപാടി. വാസ്തവത്തിൽ ഇത് വലിയൊരു തട്ടിപ്പായിരുന്നു. ഒന്നാമത് ഇതിലെ കൗണ്ടിലെ പ്രശ്നം. 62 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത് എന്നാണ് അവകാശപ്പെട്ടതും അതനുസരിച്ചാണ് ഫണ്ട് നീക്കിക്കൊണ്ടിരുന്നതും. പക്ഷെ 60 വയസ്സ് കഴിഞ്ഞ 62 ലക്ഷം പേർ ഈ നാട്ടിലുണ്ടോ? ഞാൻ നോക്കിയ കണക്കനുസരിച്ച് പരമാവധി 48 ലക്ഷം പേരേ ഉള്ളൂ. അപ്പോൾ പറയും 60 കഴിയാത്ത ഭിന്നശേഷിക്കാർ, വിധവകൾ തുടങ്ങിയ മറ്റു മനുഷ്യരുമുണ്ടല്ലോ എന്ന്. ഉണ്ട്, തീർച്ചയാണ്. പക്ഷേ സഖാക്കളെ, ഈ ക്ഷേമ പെൻഷന്റെ മാനദണ്ഡം എന്താണെന്നറിയാമോ? കൃത്യമായ ക്ഷേമ പെൻഷന്റെ മാനദണ്ഡം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ കിട്ടൂ. ഒരു കാർ ഉള്ളവന് അത് കിട്ടില്ല. ഇൻകം ടാക്സ് അടയ്ക്കുന്നവന് കിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പെൻഷൻ കിട്ടുന്നവന് കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു മാസം 10,000 രൂപ പോലും ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത, സ്വന്തമായി ഒരു കാർ ഇല്ലാത്ത, സ്വന്തമായി വലിയൊരു വീടില്ലാത്ത, ഒരു നിശ്ചിത അളവിനപ്പുറത്തേക്ക് ഭൂമിയില്ലാത്തവർക്ക് മാത്രമാണ് ഇത് കിട്ടുന്നത്. അങ്ങനെ 62 ലക്ഷം പേർ ഇവിടെയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കേരളത്തിലെ ആകെയുള്ള ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ എത്ര പേർ വിദേശത്താണെന്ന് കൃത്യമായ കണക്ക് നോക്കി പറയേണ്ടതാണ്. ആകെ 60 വയസ്സ് പിന്നിട്ടവർ 45-നും 48 ലക്ഷത്തിനും ഇടയിലാണ്. ഇനി 60 വയസ്സ് തികയാത്ത വിധവകളെയും ഭിന്നശേഷിക്കാരെയും കൂട്ടിയാലും ആകെ വരേണ്ടത് 55-60 ലക്ഷം പേർ. അവരിൽ 1 ലക്ഷത്തിൽ താഴെ മാത്രം വരുമാനമുള്ളവരെ കണക്കെടുത്താൽ എത്ര കാണും? അവിടെയാണ് നിങ്ങൾ ഈ 10 വർഷം 62 ലക്ഷം പേർക്ക് എന്ന നിലയിൽ പണം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ തട്ടിപ്പാണ് VD സതീശൻ സർക്കാർ നിർത്തിയത്. ഇവർ ഉണ്ടാക്കിയ കണക്കനുസരിച്ച് 62 ലക്ഷം പേർക്കുള്ള ക്ഷേമ പെൻഷൻ ഇവർ നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളിലേക്ക് കൊടുക്കും. ഈ സഹകരണ ബാങ്കിൽ നിന്നും DYFIക്കാർ അത് കൈപ്പറ്റും. എന്നിട്ട് വീടുകളിൽ കൊണ്ട് കൊടുക്കും. അപ്പോഴെന്താണ് ഗുണം? 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന് കണക്കിൽ കാണിച്ച് പകുതിയിലധികം ഒരു 30-35 ലക്ഷം പേരുടെയെങ്കിലും ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റാം, സഖാക്കൾക്ക് വീതിച്ചെടുക്കാം. ഇനി ഒറിജിനൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ പോലും സഖാക്കൾ പറ്റിക്കുന്നതിന് കണക്കുണ്ട്. എൻ്റെ ജന്മനാട്ടിലെ ഒരു സഖാവ് അവിടെ ക്ഷേമ പെൻഷൻ കൊണ്ടു കൊടുക്കാൻ പോയി. പലർക്കും കുടിശ്ശികയാണെന്ന് പെൻഷൻ കിട്ടാനുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ കമ്മീഷൻ പറ്റുന്ന സഖാക്കൾ ഉണ്ടായിരുന്നു. സൗജന്യമായി കിട്ടുന്ന പണമാണല്ലോ, അപ്പോൾ കമ്മീഷൻ കൊടുത്തില്ലെങ്കിൽ കിട്ടില്ലല്ലോ എന്ന് കരുതി സ്ഥിരമായി ടിപ്പ് കൊടുക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിൽ സഖാക്കൾ നടത്തിയിരുന്ന തട്ടിപ്പാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ പൊളിച്ചടുക്കി നശിപ്പിച്ചിരിക്കുന്നത്. സഹകരണ ബാങ്ക് വഴി കൊടുക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച് അവിടെ നിന്ന് സഖാക്കൾ എടുത്ത് വീടുകളിൽ കൊണ്ടു കൊടുക്കുന്ന ഏർപ്പാട് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. തട്ടിപ്പുണ്ട് എന്ന് മാത്രമല്ല, ഈ പണം കൊണ്ട് കൊടുത്തിട്ട് ഇവരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചാൽ മാത്രമേ ഈ പെൻഷൻ കിട്ടൂ എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിച്ച് വോട്ടും നേടുന്നുണ്ടായിരുന്നു ഈ തട്ടിപ്പുകാർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹകരണ ബാങ്കിലാണെങ്കിലും ശരി, ഷെഡ്യൂൾഡ് ബാങ്കിലാണെങ്കിലും ശരി, സ്വകാര്യ ബാങ്കിലാണെങ്കിലും ശരി, പെൻഷൻ കൈപ്പറ്റാൻ അർഹതയുള്ളവർ അക്കൗണ്ട് എടുക്കുക, ആ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ എപ്പോഴാണോ പണം സർക്കാർ കൈമാറുന്നത് ആ സെക്കൻഡിൽ ഈ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അക്ഷരാഭ്യാസം വേണമെന്നില്ല. ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇടപാട് നടത്താൻ ബാങ്കിൽ പോകണമെന്നില്ല. ആരെങ്കിലുമൊക്കെ അത് ചെയ്തു തരും. ഈ പാവപ്പെട്ടവരുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ഇത് ചെയ്തു തരാൻ ആളുണ്ടാവും. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. അല്ലെങ്കിൽ ആശാവർക്കർമാരോട് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. അത് ഒരുപാടുള്ള കാര്യമല്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പെൻഷനും മറ്റും കിട്ടണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മതിയാവും. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ കുറവാണ്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരും. ഒരു ഇടനിലക്കാരുമില്ല. പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പെൻഷൻ ആരും അടിച്ചോണ്ട് പോവില്ല. 30 ലക്ഷം പേർക്ക് കൊടുത്തിട്ട് 60 ലക്ഷം പേരുടെ പേരിൽ കണക്കെഴുതി സർക്കാരിനെ പറ്റിക്കില്ല. എന്ന് വെച്ചാൽ DYFIക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം നിന്നുപോയി. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതോടെ ഒരു പരിധി വരെ അവർ കുഴപ്പത്തിലായതാണ്. പിന്നെ ഉണ്ടായിരുന്നൊരു ഇടപാട് ഈ ക്ഷേമ പെൻഷന്റെ പേരിൽ ഒരു തട്ടിപ്പായിരുന്നു. അത് നിർത്തിക്കളഞ്ഞു. ഈ നിർത്തിക്കളഞ്ഞതിന്റെ പേരിലാണ് ഈ ബഹളം വയ്ക്കുന്നതും ഇവർ ഇങ്ങനെ പൊട്ടിക്കരയുന്നതും. ഇത് കേട്ടാൽ പാവപ്പെട്ടവർ കരുതും അവർക്കിനി പെൻഷൻ കിട്ടില്ലെന്ന്. ഒരാൾക്കും പെൻഷൻ കുറയില്ല. പെൻഷൻ മേടിക്കാൻ യോഗ്യതയുള്ള ആർക്കെങ്കിലും പെൻഷൻ കിട്ടാതെ വന്നാൽ പറഞ്ഞാൽ മതി, പരിഹാരമുണ്ടാക്കാം. പക്ഷേ 62 ലക്ഷം പേർക്ക് ഇവിടെ പെൻഷൻ അവകാശമുണ്ട് എന്ന കള്ളത്തരം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് CPMകാർ നടത്തിയിരുന്ന തട്ടിപ്പ് ഇനി തുടരാൻ കഴിയില്ല. കാട്ടിലെ തടി തേവരുടെ ആന, വലിയട വലി എന്ന തരത്തിൽ ഖജനാവിലെ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നവർക്ക് ഒന്നാം തരം പണി കിട്ടി. അതുകൊണ്ടാണ് ചിന്തേച്ചിയും കൂട്ടരും ഇങ്ങനെ നിലവിളിക്കുന്നത്.
ഇനി എത്ര നിലവിളികൾ ബാക്കി കിടക്കുന്നു? കാത്തിരുന്നോളൂ. നിങ്ങളുടെ തട്ടിപ്പുകൾ ഓരോന്നായി പൊളിച്ചടുക്കി തുടങ്ങിയിട്ടുണ്ട് സതീശനും കൂട്ടരും. വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ട്. ദേശാഭിമാനിയും പാർട്ടി ക്ലാസും മാത്രമുള്ള പഴയകാലം ഇല്ലാതായി. എല്ലാ മനുഷ്യരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. CPM-കാർ എന്ന് പറയുന്ന അഴിമതിക്കാർ, തട്ടിപ്പുകാർ, നുണയന്മാർ ഈ നാടിനോട് ചെയ്ത ഓരോ പാതകത്തിനും അവർ മറുപടി പറഞ്ഞേ മടങ്ങൂ.